നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയതിന് തെളിവില്ലെന്നും വിധിന്യായത്തിൽ പരാമർശം. തെളിവില്ലാത്തതിനാൽ കോടതി തള്ളിയത് 7 ഗൂഢാലോചനാവാദങ്ങൾ. പൾസർ സുനിയുമായി ആക്രമണത്തിന് തൊട്ടുമുൻപ് സംസാരിച്ച സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് 3 ദിവസത്തേക്ക് കൂടി തടഞ്ഞ് ഹൈക്കോടതി. ആദ്യ കേസിൽ വാദം ഇനി വ്യാഴാഴ്ച. രണ്ടാം കേസിലെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീൽ അവധിക്ക് ശേഷം. രാഹുൽ SIT നിരീക്ഷണത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചത് ശബരിമലയും വെള്ളാപ്പള്ളിയോടുള്ള അടുപ്പവുമെന്ന് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. തോൽവി ഇഴകീറി പരിശോധിക്കാൻ ഇടതുമുന്നണി. തിരുത്തലിന് വിധേയരാകുമെന്ന് TP രാമകൃഷ്ണൻ. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പുരോഗമിക്കുന്നു. മുന്നണി വിപുലീകരണത്തെ ചൊല്ലി UDFൽ തർക്കം. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണം ഉയർത്തി ലീഗ്. ജോസ് കെ മാണിയെ എടുക്കേണ്ടെന്ന പരസ്യ നിലപാടിൽ ജോസഫ് ഗ്രൂപ്പ്. മാണി ഗ്രൂപ്പിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് PJ ജോസഫ്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അക്രമങ്ങൾ തുടരുന്നു. ഇരിങ്ങാലക്കുടയിൽ BJPയുടെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ DYFI പ്രതിഷേധം. BJP പ്രവർത്തകന് കുത്തേറ്റു. പാനൂരിലെ അക്രമത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ. രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കൈയും വെട്ടി ചെങ്കൊടികെട്ട് ഞങ്ങൾ പറഞ്ഞേക്കാം. കൊലവിളി പ്രസംഗങ്ങളുമായി മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ. വിജയാഘോഷത്തിനിടെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി തെന്നല ലോക്കൽ സെക്രട്ടറി. വാർത്തകളിലേക്ക് വിശദമായി. നടിയാക്രമണ കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസിച്ച് കോടതി. ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന കാര്യം വിശ്വസിക്കാനാകുന്നില്ലെന്നും ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നും ഉത്തരവിലുണ്ട്. കാവ്യവുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടുവെന്നും നിരസിച്ചതിനെ തുടർന്ന് ഭീഷണിയുണ്ടായെന്നുമായിരുന്നു നടിയുടെ മൊഴി. കേസിൽ ദിലീപിനെയും പൾസർ സുനിയെയും ബന്ധിപ്പിക്കുന്ന 7 ഗൂഢാലോചനാവാദങ്ങളാണ് വിചാരണ കോടതി തെളിവില്ലെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞത്. നടിയെ ആക്രമിച്ച ദിവസം പൾസർ സുനിയെ നിരന്തരം വിളിച്ച ശ്രീലക്ഷ്മി എന്ന സ്ത്രീയിലേക്കും അന്വേഷണം പോയില്ലെന്നും എന്തുകൊണ്ട് മൊഴിയെടുത്തില്ലെന്നും കോടതി ചോദിച്ചു. ശ്രീലക്ഷ്മിയുടെ സ്വകാര്യത മാനിച്ചാണ് മൊഴിയെടുക്കാത്തതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനി ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പൾസർ സുനിയുടെ ഫോണിലേക്ക് വന്ന കോളുകൾ ശ്രീലക്ഷ്മി എന്നുള്ള ഒരു സ്ത്രീയുടേതാണ്. എന്തുകൊണ്ടാണ് ശ്രീലക്ഷ്മിയെ വിചാരണ ഘട്ടത്തിൽ ഉൾപ്പെടുത്താതിരുന്നത്, സാക്ഷിയായി വിസ്തരിക്കാതിരുന്നത് എന്ന് കോടതി SITയോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രീലക്ഷ്മിയുടെ പ്രസൻസ് എവിടെയും SIT രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. അതേസമയം പൾസർ സുനിയുടെ ഫോണിലേക്ക് നിരന്തരം കോളുകൾ വരികയും ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതാണ്ട് അരമണിക്കൂർ മുൻപ് വരെയും ശ്രീലക്ഷ്മിയും പൾസർ സുനിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്നും പൾസർ സുനി നടിയോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് തന്നെ ഈ കോളുകൾ വന്നിട്ടുണ്ട്. 7 മെസ്സേജുകളും 6 കോളുകളും ശ്രീലക്ഷ്മി ആ സമയത്ത് വിളിച്ചിട്ടുണ്ട്. ആ ദിവസം, അതായത് 2017 ഫെബ്രുവരി 17 കുറ്റകൃത്യം നടക്കുന്ന ദിവസം, അന്ന് പകലൊക്കെ ശ്രീലക്ഷ്മി പൾസർ സുനിയുമായി കോൺടാക്ട് പുലർത്തിയിരുന്നു. ഇത് ഏത് ഘട്ടത്തിലാണ് പരിശോധിക്കപ്പെടാതെ പോയത് എന്നാണ് കോടതി ചോദിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ നൽകിയത്. ഈ കൊട്ടേഷന് പിന്നിൽ എന്നുള്ള സംശയം നിലനിൽക്കെ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രസൻസ് എന്തുകൊണ്ടാണ് പരിശോധിക്കപ്പെടാതെ പോയത് എന്ന് തന്നെയാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, ശ്രീലക്ഷ്മി ഈ പൾസർ സുനിയെ ഒളിവിൽ പോകുമ്പോഴും പൾസർ സുനിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലുണ്ടായിരുന്ന ഘട്ടത്തിലും ഒക്കെ ശ്രീലക്ഷ്മി പൾസർ സുനിയുമായി കോൺടാക്ട് പുലർത്തിയിരുന്നു. അത് ചിലപ്പോൾ അവരുടെ പ്രൈവസിയെ മാനിച്ചാകാം. എന്നിരുന്നാൽ പോലും ദിലീപും പൾസർ സുനിയും തമ്മിലുണ്ടായിരുന്ന ഗൂഢാലോചന തെളിയിക്കാൻ ഒരുപക്ഷെ ശ്രീലക്ഷ്മിയെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, ശ്രീലക്ഷ്മിയെ കേസിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കഴിയുമായിരുന്നു എന്നാണ് കോടതിയുടെ ഒരു വിലയിരുത്തൽ. അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്ത്രീ കൊട്ടേഷൻ നൽകിയെന്നുള്ള പരാതി, ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിൽ അത് പരിശോധിക്കപ്പെടാതെ പോയത് എന്താണ് എന്ന് തന്നെയാണ് SITയോട് ചോദിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അത് ഈ ശ്രീലക്ഷ്മിയുടെ പ്രസൻസ് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ നടിയെ അവിശ്വസിക്കുന്ന ഒരു സാഹചര്യം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. വിധിന്യായത്തിൽ നടി ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന കാര്യം
വ്യക്തമായ തെളിവുകളോടോ അല്ലെങ്കിൽ സാക്ഷികളോ ഇല്ലാതെ അത് തെളിയിക്കാനായിട്ടില്ല, പ്രോസിക്യൂഷൻ അത് കൃത്യമായി തെളിയിക്കാനായിട്ടില്ല എന്ന് തന്നെ കോടതി പറയുന്നുണ്ട്. അതേസമയം ദിലീപ് കാവ്യമാധവനുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞിരുന്നത് നടിയാണ്, അത് തിരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടു. അത് താൻ നിഷേധിച്ചതിനെ തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് നടിയുടെ പരാതി. അങ്ങനെ തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് നടി കോടതിയിൽ പരാതിപ്പെട്ടതും. അങ്ങനെ തന്നെയാണ്. ആ പരാതി നിലനിൽക്കാത്ത സാഹചര്യം എന്ന് പറയുന്നത് അതിന് തെളിവുകളോ സാക്ഷികളോ ഇല്ല എന്ന് കോടതി പറയുന്നു. നമുക്കറിയാം 28ഓളം സാക്ഷികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യഘട്ടത്തിൽ മൊഴിമാറ്റം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ചും മൊഴിമാറ്റം എന്നതിന് സാങ്കേതികമായി പറയാൻ കഴിയില്ലെങ്കിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുൻപാകെ കൊച്ചിയിലെ അബാദ് പ്ലാസയിൽ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിനിടയിൽ നടിയുമായി തർക്കമുണ്ടാവുകയും ദിലീപും നടിയും തമ്മിൽ വഴക്കിടുകയും ശത്രുതാ മനോഭാവത്തോടെ ദിലീപ് അവരോട് പെരുമാറുകയും ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്ന തരത്തിൽ ആ ക്യാമ്പിലുണ്ടായിരുന്ന ചില നടന്മാരും നടിമാരും മൊഴി നൽകുകയും അത് പിന്നീട് കോടതിയിലെത്തുമ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ഈ വിഷയവുമായി നേരിട്ട പരാജയം അതുതന്നെയാണ് എന്നാണ് കോടതി വിലയിരുത്തുന്നത്. എന്തായാലും ദിലീപ് ഈ നടിയെ ഭീഷണിപ്പെടുത്തി അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ദിലീപിന്റെ ഗൂഢാലോചനയുണ്ട് എന്ന് തെളിയിക്കാൻ ഉതകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തേത് ശ്രീലക്ഷ്മിയുടെ ആയുള്ള പ്രസൻസ്, ശ്രീലക്ഷ്മിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന സാഹചര്യം. അത് ഏത് സാഹചര്യത്തിലാണ് ശ്രീലക്ഷ്മി ഇത്രയും അധികം കോളുകൾ അല്ലെങ്കിൽ ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ പൾസർ സുനിയുമായി പുലർത്തി പോന്നിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് നടിയെ ദിലീപ് ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. ആദ്യം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതി നടപടിക്കെതിരെ രാഹുൽ നൽകിയ ഹർജി പരിഗണിക്കുന്നത് കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ല എന്നാണ് നിർദ്ദേശം. ബംഗളൂരുവിൽ താമസിക്കുന്ന പെൺകുട്ടി നൽകിയ പരാതിയിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി അവധിക്ക് ശേഷമാകും പരിഗണിക്കുക. അറസ്റ്റ് തടഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന 2 കേസുകളാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത്. ഇതിൽ ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ കേസിൽ ഇന്ന് വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയായിരുന്നു കോടതി. അതേസമയം ഇതിൽ വിശദമായ വാദം കേൾക്കാനായി കേസ് വ്യാഴാഴ്ചയായിരിക്കും കോടതി ഇനി പരിഗണിക്കുക. അതുവരെ അറസ്റ്റ് പാടില്ല എന്ന കൃത്യമായൊരു നിർദ്ദേശം, രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം നൽകുന്ന ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം രണ്ടാമത്തെ കേസ്, ബലാത്സംഗ കേസ്, അതിൽ മുൻകൂർ ജാമ്യം നൽകിയ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൃത്യമായ നിരീക്ഷണത്തിലാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ മുതൽ തന്നെ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്രകളും അതോടൊപ്പം മറ്റ് ഇടപെടലുകളുമൊക്കെ കൃത്യമായി തന്നെ അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും വീടിന് പുറത്തേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയെന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അതേ ശൈലിയിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും മഫ്തിയിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. അതിനുശേഷം സുഹൃത്തുക്കളെ കണ്ട് സൗഹൃദം പറഞ്ഞ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. പത്തനംതിട്ട ജില്ല വിട്ട് പോകരുത് എന്ന നിർദ്ദേശം അനൌദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ മുഖേന നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ചിന്റെ പത്തനംതിട്ട, കൊല്ലം യൂണിറ്റുകളിലെ ഡിവൈഎസ്പിമാരാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തുടർ നീക്കങ്ങൾ ഏകോപിപ്പിക്കുക. അന്വേഷണ ചുമതലയുള്ള പോലീസ് ആസ്ഥാനത്തെ AIG ജി പൂങ്കുഴലി കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ, രണ്ടാമത്തെ കേസുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം വിശദമായി തന്നെ ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോസിക്യൂഷന് ഇനിയൊരു തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായാൽ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് പരമാവധി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് വാദങ്ങൾ ബലപ്പെടുത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം ഇതിനോടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ ഇടത് പാർട്ടികളുടെ നേതൃയോഗങ്ങൾക്ക് തുടക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങളും തിരിച്ചടിയായെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇരു പാർട്ടി നേതൃത്വങ്ങൾക്കും. CPM CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പുരോഗമിക്കുകയാണ്.
വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായെന്ന അഭിപ്രായമുള്ളവർ CPM-ലും CPI-യിലുമുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇടത് ഹിന്ദുത്വ, ലെഫ്റ്റ് ഹിന്ദുത്വ എന്ന കാര്യം എങ്ങനെയാണ് അത്തരം വ്യാജ പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുകയും അത് ആളുകൾ വിശ്വസിക്കുകയും അതായത് ഇടതുപക്ഷം ന്യൂനപക്ഷങ്ങളെ കൈവിടുകയും ഹിന്ദു വോട്ടുകൾ, ഹൈന്ദവ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് എന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക്, തെറ്റായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അത് തിരുത്തണമെന്ന ഒരു നിർദ്ദേശമാണ് തോമസ് ഐസക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുന്നോട്ട് വച്ചത്. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ ഈ മുസ്ലിം സമുദായത്തിനിടയിലുണ്ടായ CPM-നോടുള്ള എതിർപ്പിന് ബലം നൽകി അതിന്റെ രാസതുരകമായി മാറി എന്ന ഒരു വിലയിരുത്തൽ കൂടി CPM പല പ്രധാനപ്പെട്ട നേതാക്കൾക്കുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചു എന്ന് CPM ഇതുവരെ വിലയിരുത്തിയിട്ടില്ല, നേതാക്കൾ തുറന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത്തരം വിചാരിച്ചതിലും വലിയ തിരിച്ചടി ശബരിമല വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്. CPI-യുടെ നേതൃയോഗങ്ങളിലും അക്കാര്യം ചർച്ചയാകും. ശബരിമലയിൽ എന്തുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു പറയുമ്പോഴും പത്മകുമാറിനെയും വാസുവിനെയും തള്ളിപ്പറയാനും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും CPM തയ്യാറായുള്ള ചോദ്യമാണ് CPM-നെതിരെ തിരിഞ്ഞ് കൊത്തുന്നത്. അത് കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അക്കാര്യം ചോദിക്കുന്നുമുണ്ട്. ഏതായാലും ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് വലിയ തിരിച്ചടി CPM-ന് ഉണ്ടായതാണ്. അന്ന് തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് അന്ന് പാർട്ടി നിലപാട് രാഷ്ട്രീയമായി ശരിയാണെങ്കിലും ജനങ്ങളെ മുറിവേൽപ്പിച്ച നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് അത് തുറന്നു പറയാനും അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും CPM തയ്യാറായിരുന്നു. സമാനമായ ഒരു തിരുത്തൽ ഇപ്പോൾ നേതൃയോഗങ്ങൾക്ക് ശേഷം CPM സ്വീകരിക്കുമോ? ഘടകകക്ഷികൾക്ക് തന്നെ ശബരിമലയിൽ ജനങ്ങൾ വലിയ എതിർപ്പ് സർക്കാരിനെതിരെ ഉയർത്തി ഭരണവിരുദ്ധ വികാരത്തിന് അതുകൂടി കാരണമായെന്ന വിലയിരുത്തൽ ഘടകകക്ഷികൾക്കുണ്ട്. അത് ഏറ്റുപറയാൻ CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. CPM-ന്റെ ഇന്നത്തെ സെക്രട്ടറി യോഗത്തിലും തൊട്ടു പിന്നാലെ അധികം വൈകാതെ സംസ്ഥാന സമിതി യോഗം ചേരും. CPI-യുടെ രണ്ട് പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് നടക്കുന്നത്. നാളെ ഇടതുമുന്നണി യോഗവും തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ ചേരുന്നുണ്ട്. അവിടെ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന പരിശോധനകൾ നടക്കും. അതിനൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള സർക്കാരിന് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കി, ഇടതുമുന്നണിക്ക് എത്രത്തോളം തിരിച്ചടി ഉണ്ടാക്കിയ ചർച്ചകളും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷ പ്രീണനം അവസാനിപ്പിച്ച്, ന്യൂനപക്ഷങ്ങളോടുള്ള അമിത താല്പര്യം അവസാനിപ്പിച്ച് തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഹൈന്ദവ വോട്ടുകളിലേക്ക് മടങ്ങാൻ, അത് പരമാവധി സമാഹരിക്കാൻ CPM ശ്രമം നടത്തിയത്. അതും പിഴയ്ക്കുന്ന കാഴ്ചയാണ് CPM-ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടി വന്നത്. വലിയൊരു ആശങ്ക തന്നെയാണ് CPM ഇടതുമുന്നണിയും ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ എങ്ങനെ ജനങ്ങളുടെ ഈ എതിർപ്പ് മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്ന ചർച്ചകളാകും CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങളും അതുപോലെ ഇടതുമുന്നണി യോഗത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ ആഘാതം സൃഷ്ടിച്ചതായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എല്ലാ വിഷയങ്ങളും പരിശോധിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു പരിശോധിക്കും. ഒന്നിലേക്ക് ചുരുങ്ങണ്ട. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും കലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും. സ്വാഭാവികമായി അതിനകത്ത് ഇനിയും ഒന്നിലേക്ക് ചുരുങ്ങേണ്ടത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ, ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത്. ആ നേട്ടങ്ങൾ കുറച്ച് വേണ്ട കാര്യമില്ല, നേട്ടങ്ങളുണ്ട്. ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ചെയ്യാത്തത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത ഗവൺമെന്റാണ്, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഗവൺമെന്റാണ്. ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ചിന്തിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായില്ലെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. LDF തിരുത്തലിന് വിധേയരാകും. നാളെ LDF യോഗം ചേരുന്നുണ്ട്. വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ കുറവില്ല. ഇത് വെച്ച് കേരളത്തിലെ ഭാവി പറയാനാകില്ല. തിരുവനന്തപുരത്ത് BJP കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കേണ്ടതുണ്ടെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല. അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ്. എന്നാൽ വോട്ടിന്റെ നില വെച്ച് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരുപോലെ തുടരുന്നില്ല. 2010 ഇതിനേക്കാൾ വലിയ തോൽവിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം നടന്ന ചില തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിലുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം, ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല. എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണമുണ്ടായി? അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക.
ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ, തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ്. അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത്. മുന്നണി വിപുലീകരണത്തെ ചൊല്ലി UDF-ൽ തർക്കം. കോൺഗ്രസിന് പിന്നാലെ മുന്നണി വിപുലീകരണം എന്ന ആവശ്യവുമായി ലീഗ് രംഗത്ത് വന്നപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്ന് എതിർക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ്. പൂർണ്ണമായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് കേരള കോൺഗ്രസ് എം തിരിച്ചു വരണമെന്ന്, മുന്നണിയിലേക്ക് തിരിച്ചു വരണമെന്ന് അതവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അടിത്തറ വിപുലാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടത് മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF-ലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ. ആശയപരമായി യോജിക്കുന്നവരൊക്കെ വരണം തന്നെ ഞങ്ങൾ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ, ഈ മുന്നണി വിപുലീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിലെ തന്നെ ഉടക്കിലാണോ ജോസഫ് ഗ്രൂപ്പ്? അനീഷ, കേൾക്കാമോ? മുന്നണി വിപുലീകരണം എന്ന ആവശ്യവുമായിട്ട് ലീഗ് രംഗത്ത് വന്നപ്പോൾ ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതിനെ തുറന്ന് എതിർത്തിരിക്കുകയാണ് ജോസഫ് ഗ്രൂപ്പ്. അതവർ സീരിയസ് ആയി പറഞ്ഞതായിരിക്കില്ല എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി PJ ജോസഫ് സംസാരിച്ചത്. കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആശയപരമായി ഒന്നിച്ചു നിൽക്കുന്നവരെല്ലാവരും വരട്ടെ എന്ന നിലപാടിലാണ് ലീഗ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ, ഈ മുന്നണി വിപുലീകരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ ഉടക്കിടുകയാണോ ജോസഫ് ഗ്രൂപ്പ്? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഒരു വലിയ വിജയം തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞെങ്കിലും അതൊരു പൂർണ്ണ വിജയത്തിലേക്ക് മാറണം എന്ന രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണ് സാധാരണ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രകടനം, ഏറ്റവും മികച്ച പ്രകടനം UDF കാഴ്ചവെക്കാറ്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആണ് സാധാരണ വേസ്റ്റ് പ്രതികരണം, അതായത് ഏറ്റവും മോശമായ പ്രതികരണം UDF-ന് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ ഏറ്റവും ബെസ്റ്റ് വിജയം എന്ന രീതിയിലേക്ക് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറുകയാണ്. അതുകൊണ്ട് അകന്നു നിൽക്കുന്ന സമാന അഭിപ്രായമുള്ളവരെ മുന്നിലേക്ക് പ്രവേശിപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഒരു ചിന്ത ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് RJD, കേരള കോൺഗ്രസ് മാണി എന്നിവരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും UDF-ലേക്ക് വരണം എന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെയും ഇത്തരമൊരു അഭിപ്രായമാണ് ലീഗും പങ്കുവച്ചിരുന്നത്. കോൺഗ്രസിനും ഇക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായമില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതിനെ പാടെ തള്ളുകയാണ്. കാരണം രണ്ട് വിഭാഗമായി തിരിഞ്ഞിട്ടും ഈ മാണി വിഭാഗം LDF-ലേക്ക് പോയ ശേഷവും യാതൊരു ശോഷണവും UDF-ന് ഉണ്ടായിട്ടില്ലെന്നാണ് അവർ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള ഇടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിന്, ഏതാണ്ട് 87,000 വോട്ടിനധികം ഭൂരിപക്ഷത്തിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം മറ്റ് ശക്തി കേന്ദ്രങ്ങളായ കേരള കോൺഗ്രസുകൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ ഇത്തവണ കരുത്ത് കാട്ടാൻ കഴിയുകയും ചെയ്തു. പാല അടക്കമുള്ള ഇടങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം ജോസ് കെ മാണി വിഭാഗത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് അവർ ഇപ്പോൾ ഈ മുന്നണിയിലേക്ക് വരുന്നത് ഒട്ടും അനിവാര്യതയല്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ജോസഫ് വിഭാഗം ഇപ്പോൾ പറയുന്നത്. PJ ജോസഫ് അടക്കമുള്ളവർ അക്കാര്യമാണ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ ഒരു ചർച്ചയിലേക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം മാറിയിരിക്കുകയാണ്. അതായത് കേരള കോൺഗ്രസ് മാണിയെ കൂടെ കൊണ്ടുവന്ന് മുന്നണി വിപുലീകരിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലകളിൽ കൂടി നേട്ടമുണ്ടാക്കാൻ അവർ കൂടി ഒപ്പമുണ്ടെങ്കിൽ കഴിയും എന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. പക്ഷേ അതിലുള്ള അപകടം, തങ്ങൾക്കുള്ള പ്രസക്തി മുന്നിൽ നഷ്ടപ്പെടുമെന്ന് കൃത്യമായി തന്നെ ജോസഫ് വിഭാഗം തിരിച്ചറിയുകയും ആദ്യം തന്നെ ആ നീക്കത്തിന് തടയിടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.
ആദ്യമായി BJP നഗരഭരണം പിടിച്ച തിരുവനന്തപുരത്ത് മേയർ ചർച്ചകൾ സജീവമാണ്. VV രാജേഷിനും ആർ ശ്രീലേഖയ്ക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത. BJP ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. ചിത്രം തിരുത്തി എഴുതി തിരുവനന്തപുരം നഗരഭരണത്തിന് തയ്യാറെടുക്കുന്ന BJP മേയർ സ്ഥാനത്തേക്ക് ആരംഭ ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ കൊടുങ്ങാനൂർ വാർഡ് കൌൺസിലർ VV രാജേഷിനാണ് മേയർ സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം നേരത്തെ പൂജപ്പുര വാർഡ് കൌൺസിലറായിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹിയാണ്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജേഷിന് വളരെ പ്രധാനപ്പെട്ട ചുമതല, വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി CPM-ഉം BJP-യും ഇത്തവണ കൌൺസിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തെ പരിചയമുള്ള രാജേഷ് തന്നെ നയിക്കട്ടെ എന്ന അഭിപ്രായമാണ് BJP-യിൽ പ്രബലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ രാജേഷ് തന്നെ BJPയുടെ തിരുവനന്തപുരം നഗരത്തിലെ ആദ്യ മേയറാകും. സംസ്ഥാനത്ത് തന്നെ അത്തരത്തിൽ BJP ഭരണം പിടിക്കുന്ന പ്രധാന ആദ്യ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. അവിടെ 50 സീറ്റാണ് BJPക്കുള്ളത്. ഒരു ആളുടെ കൂടി പിന്തുണ വേണം കേവല ഭൂരിപക്ഷത്തിന്. അത് 2 സ്വതന്ത്രന്മാരുടെ കൊടുനിർത്താനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞു. രാജേഷിന്റെ പേര് തന്നെയാണ് ഈ മേയർ സ്ഥാനത്തേക്ക് BJP പ്രാധാന്യം നൽകുന്നത്. മുൻ DGP കൂടിയായ ആർ ശ്രീലേഖ, ശാസ്ത്രമംഗലത്ത് മികച്ച വിജയം നേടിയ ശ്രീലേഖയെ മേയറാക്കണമെന്ന അഭിപ്രായമുള്ളവരും BJPയിലുണ്ട്. പക്ഷേ അവരെ പിന്നീട് നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനാണ് BJP ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയറാക്കിയേക്കും. VV രാജേഷ് മേയറായില്ലെങ്കിൽ MR ഗോപനും അതുപോലെ തന്നെ കരമന അജിത്തും അടക്കമുള്ള മുതിർന്ന കൌൺസിലർമാരെയും BJP പരിഗണിക്കും. പക്ഷേ VV രാജേഷിന് തന്നെയാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. മേയർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രം മുൻനിർത്തി CPM-ഉം കോൺഗ്രസും യോജിക്കുമോ എന്ന ആശങ്ക BJPക്കുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ആ ഒരു നീക്കത്തെ തള്ളുകയാണ്. CPM അത്തരം ഒരു ആലോചന നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ വന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ CPM-മായി ചേർന്ന് നഗരഭരണം പിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ BJPക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP നഗര സഭയുടെ കൌൺസിലിൽ അവർ രൂപീകരിക്കും. അവരുടെ മേയർ തന്നെ ഉണ്ടാകും. അതിൽ തന്നെ VV രാജേഷ് മേയറാകാനാണ് ഇപ്പോൾ ഏറ്റവും അധികം സാധ്യത. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സഖ്യമുണ്ടാകില്ലെന്ന് കോൺഗ്രസും CPM-ഉം. ജനവിധി അട്ടിമറിക്കുന്ന തീരുമാനമുണ്ടാകില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. BJP ഒഴിവാക്കാൻ സഖ്യം വേണമെന്ന അഭിപ്രായമുണ്ട് എങ്കിലും ഇതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കില്ലെന്ന സൂചന നൽകുന്നതായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെയും പ്രതികരണം. അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഇതുവരെ പാർട്ടി തലത്തിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ ജനവിധി അട്ടിമറിക്കാനുള്ള നടപടികൾക്കൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല. മറ്റു കാര്യങ്ങൾ പാർട്ടി കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. BJP നമ്മുടെ മുഖ്യ ശത്രു തന്നെയാണ്. അവരെ ഒഴിവാക്കാനുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾ പണ്ടും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ജനവിധി വന്നിരിക്കുന്നതിനെ അട്ടിമറിക്കുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. ഇനിയും മറ്റ് കാര്യങ്ങൾ പാർട്ടി കൂടിയാണ് ആലോചിക്കേണ്ടത്. കാരണം BJPയെ ഒഴിവാക്കി നിർത്താൻ CPM-ആയിട്ട് ചേരണമെന്നുള്ളൊരു വാദമുണ്ട്. അത് പാർട്ടി കൂടിയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവി കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ ഫലമെന്ന് മന്ത്രി GR അനിൽ. തിരിച്ചടി ഇഴകീറി പരിശോധിക്കുമെന്നും GR അനിൽ പറഞ്ഞു. തോൽവി ഇപ്പം പരിശോധിച്ചാൽ സൂക്ഷ്മമായി താഴെ അറ്റത്ത് പരിശോധിച്ചാൽ ഓരോ വാർഡും ഓരോ പ്രദേശവും എടുത്ത് പരിശോധിക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തോൽവി ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ റിസൾട്ട് LDF-ന് അനുകൂലമായിട്ടാണ് പൊതുവിൽ കാണാൻ കഴിയും. തിരുവനന്തപുരം നഗരത്തിൽ 500-ന് താഴെ വോട്ട് ലഭിച്ച BJP വാർഡുകളും കോൺഗ്രസ് വാർഡുകളും. BJP വാർഡിൽ 500 വോട്ട് ലഭിച്ചെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്നു. കോൺഗ്രസ് വാർഡിൽ 500-ന് താഴെ വോട്ട് ലഭിക്കുന്ന സ്ഥലത്ത് BJP ജയിക്കും. ഇതെന്താണെന്ന് പഠിച്ചാൽ തന്നെ കോൺഗ്രസ് BJP ബന്ധം മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJPയുടെ കയ്യിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷം മറുപടി. തെരഞ്ഞെടുപ്പ് വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല പൊളിറ്റിക്കൽ വോട്ടുകളും UDF-ന് ലഭിച്ചു. മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ കാർഡ് ഇറക്കി, തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡ് ഇറക്കി. ആ കാർഡ് കളി അവസാനിപ്പിക്കുന്നതാകും നല്ലതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു.
ആലോചിക്കേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷ കാർഡ്, അതുപോലെ തന്നെ ഇപ്പോൾ പോയ ഇലക്ഷനിൽ ഭൂരിപക്ഷ കാർഡ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാർഡ് മാറി മാറി കളിക്കുന്നത് കളി ലൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് ഇനി അവരാണ് ചിന്തിക്കുന്നത്. കാർഡ് മാറി മാറി കളിക്കാണ്. ഓർമ്മ ഉണ്ടല്ലോ, അടുത്ത് തന്നെ ന്യൂനപക്ഷ കാർഡായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. അതും ഞങ്ങൾ മതേതര സ്റ്റാൻഡ് എടുത്തേ മുമ്പ് ഞങ്ങൾ ഈ കാർഡ് കളിയിൽ ഞങ്ങളില്ല. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഭീഷണി പ്രസംഗവുമായി മലപ്പുറത്ത് CPM ലീഗ് നേതാക്കൾ. CPMനെ കളി പഠിപ്പിക്കാൻ വന്നാൽ കൈയും കാലും വെട്ടി അവിടെ ചെങ്കൊടി ഉയർത്തുമെന്നാണ് മുൻ പഞ്ചായത്ത് അംഗം ഫൈസലിന്റെ ഭീഷണി. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് മുൻ ഇടതംഗമാണ് ഫൈസൽ. തലതൊട്ടപ്പന്മാർ തമ്പുരാക്കന്മാർ വന്ന് പറഞ്ഞാലും, കബറിന്റെ 6 അടി മണ്ണിൽ നിന്ന് ഉണർന്നു വന്ന് പറഞ്ഞാലും എറ്റനാടിന്റെ ഈ കോട്ട വെട്ടിക്കുവാൻ ആയിട്ടില്ലട നാറികളെ. ഒരിക്കൽ കൂടി പറയാണ്, തെരുവ് നാറികളെ, ഇനി എങ്ങാനാ ആട്ടുംതുക്കുമായി കുറുങ്കാടിന്റെ ഏലത്ത് വന്ന് രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടും ഞങ്ങൾ പറഞ്ഞേക്കാം. ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. കയ്യൂരിലും കരിമലയിലും നറായയിലും പുന്നപ്പറയിലും ചുവന്നു പൊങ്ങിയ ആ ചോരച്ചുമുടി ഉയർത്തുപാട്ടായവരാ പറയുന്നത്. ഇനിയും നിങ്ങളുടെ തിമ്മാടി രാഷ്ട്രീയം. അതേസമയം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്നായിരുന്നു വളാഞ്ചേരിയിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ഷിഹാബുദ്ദീന്റെ ഭീഷണി. പ്രവർത്തകരുടെ നേരെ കൈയോങ്ങാൻ വന്നിട്ടുണ്ട്. വന്നവരുടെ കൈയെല്ലാം വെട്ടിമാറ്റി. മുസ്ലിം ലീഗാണ് ഈ പറയുന്നത്, UDFന്റെ പ്രവർത്തകരാണ് പറയുന്നത്. ഞങ്ങളുടെ KMCCയുടെ നേതാവ് ഇബ്രാഹിം കുട്ടിയെ തച്ചവനെ ഞങ്ങൾ തിരിച്ചതല്ലാതെ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല എന്ന് ഉദ്ദേശം മുദ്രിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തച്ച് മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോവുകയില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, എല്ലാവരുടെയും പേരെടുത്ത് ഞങ്ങൾ പറയും. ആർക്കെങ്കിലും പറയാൻ ചങ്കൂറ്റമുള്ള ഒറ്റത്തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെയും ജനീയുടെ ആളാണ്. പിന്നെ കാളിയാളിൽ നിന്നോ അതല്ല മറ്റു വളാഞ്ചേരിയിൽ നിന്നോ പന്മാരിപ്പത്തിൽപ്പെട്ടു വന്ന ഒരു ആളല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങളോട് ഞങ്ങൾ മാന്യമായി വോട്ട് ചോദിച്ചുകൊണ്ട് വിജയിച്ചു കൊണ്ടുവന്നവരാണ്. അല്ലാതെ നിങ്ങളെപ്പോലെ പണം വെച്ചുകൊണ്ടോ നിങ്ങളുടെ പവർ വെച്ചുകൊണ്ടോ ജയിച്ചതല്ല. ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചതാണ്. അതിന്റെ ഒരു പ്രതികാരമായി ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ കൊണ്ടാടും. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ മുട്ടിങ്കാല് തല്ലിയൊടിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഇന്ന് ഇറങ്ങാൻ പറ്റിയ ഏതെങ്കിലുമല്ല പട്ടികളുണ്ടെങ്കിൽ ഇറങ്ങി വരണമെന്നാണ് പറയാനുള്ളത്. തുടക്കത്തിൽ പറയാനുള്ളത് ഞങ്ങൾ തുടങ്ങുകയാണ്. കോഴിക്കോട് ഭീഷണി പ്രസംഗവുമായി CPM നേതാവ്. പ്രകോപനം തുടർന്നാൽ ഫറോക്കിൽ ലീഗിന് കരിദിനം ആചരിക്കേണ്ടി വരുമെന്നാണ് CPM ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം സമീഷിന്റെ ഭീഷണി. പാർട്ടി ചിഹ്നമായ അരിവാൾ കൊണ്ട് വേറെ ചില പണികൾ അറിയാം. ഈ നിമിഷം മുതൽ ലീഗ് നേതാക്കൾ വീട്ടിൽ അന്തി ഉറങ്ങില്ലെന്നുമാണ് ഭീഷണി. ഫറോക്കിൽ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിലായിരുന്നു ഭീഷണി. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത്. ഇനിയും ഞങ്ങളെ നേരെ, ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും. ഒരു തർക്കവും വേണ്ട. ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പരിപാടി അറിയാം. അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ടുണ്ടാക്കരുത്. ചെറുവരലണിക്കാൻ നിങ്ങളെ വീട്ടിൽ കയറി നരങ്ങും ഞങ്ങള്. ആ ഒരു അവസ്ഥ നിങ്ങളിവിടെ ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങൾ 4 വാർഡ് ജയിച്ചെന്നത് കൊണ്ട് CPMകാരെ കൊടിമടക്കി വീട്ടിലിരിക്കണമെന്ന തിട്ടൂരമറക്കാൻ നീ ആരാടാ? ലീഗ് ആരാണ്ട ലീഗ്? ഈ മൂരി ലീഗിനെ ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ മുട്ടുകുത്തിക്കും. അതുകൊണ്ട് ആ വെല്ലുവിളിക്ക് നിങ്ങൾ നിൽക്കണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറത്ത് സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി CPM പ്രാദേശിക നേതാവ്. തെന്നല ലോക്കൽ സെക്രട്ടറി KV മജീദാണ് വിജയാഘോഷത്തിനിടെ സ്ത്രീകളെ അപമാനിച്ച് പ്രസംഗിച്ചത്. വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കാഴ്ചവെക്കരുതെന്നായിരുന്നു പരാമർശം.
ജനങ്ങളുടെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പെടുത്തുകയാണ്. വനിതാ ലീഗിനെ പറയാൻ പാടില്ല. ജമീലത്താത്താണ് പറയാനുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജമീലത്താത്താന് മാത്രമല്ല പാലക്കാട്ടെ തങ്ങന്മാരെ വരെ പറഞ്ഞിട്ടുണ്ട്. പറയും അതിനൊക്കെ കേൾക്കാൻ ആണത്വം പുളുപ്പുള്ളവൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ വീട്ടുമ്മയായിട്ട് വീട്ടിലിരിക്കാൻ സാധിക്കണം. അതാണ് വേണ്ടത്. തൃശൂർ ഇരിങ്ങാലക്കുട കാരളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ബി.ജെ.പി. നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സംഘർഷം. ബി.ജെ.പി. പ്രവർത്തകന് കുത്തേറ്റു. അയ്യര് വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ബി.ജെ.പി. ആരോപിച്ചു. പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ പാനൂർ ആക്രമണത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിൽ. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയായിരുന്നു CPM പ്രവർത്തകരുടെ ആക്രമണം. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM അക്രമം എന്ന് പരാതി. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസ് സിറ്റൌട്ടിൽ ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്ത് വിജയാഘോഷത്തിനിടെയാണ് അതിക്രമമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പാലക്കാട് തൃത്താലയിലെ കോൺഗ്രസ് വിജയത്തിൽ നൃത്തം ചെയ്ത് VT ബൽറാം. ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ടായിരുന്ന തൃത്താലയിലെ 8 പഞ്ചായത്തുകളിൽ 3 എണ്ണത്തിൽ ഭരണം നിലനിർത്തിയതിനൊപ്പം ഇടതു ഭരണമുണ്ടായിരുന്ന തൃത്താല പഞ്ചായത്ത് ഉൾപ്പെടെ 2 പഞ്ചായത്തുകൾ കൂടി UDF നേടിയിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് ബി.ജെ.പിക്കൊപ്പം വിജയാഘോഷത്തിൽ നൃത്തം ചെയ്തതിൽ വിശദീകരണവുമായി CPM സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ്. വ്യക്തിപരമായ ബന്ധങ്ങൾ കാരണമാണ് ഒപ്പം നൃത്തം ചെയ്തത്. പാർട്ടി കുടുംബമാണ്. ഭർത്താവ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. ഇത്രയും വലിയ വിവാദമാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അഞ്ജു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അഞ്ജു കാരാക്കുകുറിശി പഞ്ചായത്തിലെ 6ാം വാർഡിൽ വിജയിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഘോഷ റാലിയിൽ പങ്കെടുത്ത് നൃത്തം ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നിരുന്നു. ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തായ സ്നേഹ രാമകൃഷ്ണൻ്റെ ബി.ജെ.പിയിൽ അവർ 6ാം വാർഡിലാണ്, കാരാവശ്ശി 6ാം വാർഡിലാണ് ജയിച്ചു നിന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ്. അല്ലാതെ ഞാൻ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിയിട്ടോ പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോയതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളത്. അത് ആ ചേച്ചിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്നുള്ളത് സംഭവം ശരിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യമില്ല. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമായി 2 ജാമ്യാപേക്ഷയാണ് സുധീഷ് കുമാർ സമർപ്പിച്ചിരുന്നത്. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൂടുതൽ ഉന്നതരുടെ പങ്ക് സംബന്ധിച്ച് അറിയാനാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. നിഗൂഢമായ വൻ തട്ടിപ്പാണ് നടന്നത്. എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല? അറസ്റ്റിലായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരെ ഇതുവരെ CPM നടപടിയെടുത്തില്ലെന്നും ചെന്നിത്തല പറഞ്ഞു.
ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായിട്ടുള്ള മുൻ മന്ത്രിമാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അവർക്ക് പൂർണ്ണമായ അറിവുണ്ട്, അല്ലെങ്കിൽ അവരുടെ പങ്ക് വളരെ വ്യക്തമായ കാര്യമാണ്. അത്തരം പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ പോലും അവരെ സംരക്ഷിക്കാനാണ്, മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ഉന്നതന്മാരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കോടാനുകോടി വരുന്ന ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച സംഭവമാണ് ഈ സ്വർണ്ണക്കൊള്ള. ആ സ്വർണ്ണക്കൊള്ളയിൽ മുൻ മന്ത്രിമാരുടെ പങ്ക് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ മുൻ മന്ത്രിമാരുടെ അറിവും സമ്മതവും ഉണ്ടാകണം എന്നത് ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ദേശീയ തലത്തിൽ പ്രചാരണായുധമാക്കാൻ UDF പാർലമെന്റ് കവാടത്തിൽ UDF എംപിമാർ പ്രതിഷേധിച്ചു. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂർത്തിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ധനമൂർത്തിയേ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലുള്ള UDF പാർലമെന്റ് അംഗങ്ങൾ ഇന്ന് പാർലമെന്റ് മകർദോറിൽ ധർണ നടത്തിയത്. പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശബരിമല അമ്പലത്തിലെ സ്വർണ്ണ പാളികൾ മോഷണം പോയി, അതോടൊപ്പം തന്നെ സ്വർണ്ണ പ്ലേറ്റുകൾ എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അത് ചെമ്പ് പാളികളാക്കി മാറ്റിക്കൊണ്ടുവന്നു. വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഈ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വല്ലാതെ വേദനിപ്പിച്ചു, അവരുടെ വിശ്വാസത്തിൽ മുറിവേറ്റു. ഈ സാഹചര്യത്തിൽ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇപ്പോൾ 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ CPM നേതാക്കൾ ജയിലിലാണ്. അതോടൊപ്പം തന്നെ CPMന്റെ സഹയാത്രികരായ CPMനെ പിന്തുണയ്ക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ജയിലാണ്. ബഹുമാനപ്പെട്ട കോടതി ഇവർക്ക് ഇതുവരെയും ജാമ്യം കൊടുത്തിട്ടില്ല. അതിനർത്ഥം കോടതി ഇതുവരെയും ജാമ്യം കൊടുക്കാത്തതിനർത്ഥം ഇവരെ പുറത്തുവിട്ടാൽ തെളിവുകൾ നശിപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് അവർ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. CPMന്റെ സീനിയർ ലീഡേഴ്സാണ് അറസ്റ്റ് ചെയ്ത് ജയിലായിരിക്കുന്നത്. ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സിഡ്നിയിലുണ്ടായ വെടിവെപ്പ്. ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിനിടെ ബൂണ്ടി ബീച്ചിൽ നടന്ന ആക്രമണത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓസ്ട്രേലിയൻ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. പൗരരുടെ സുരക്ഷ ചോദ്യചിഹ്നത്തിലായതോടെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. പ്രാദേശിക സമയം വൈകുന്നേരം 6:30ഓടെയാണ് ജൂതരുടെ ഹനൂക്ക ആഘോഷത്തിലേക്ക് ആക്രമണമുണ്ടായത്. 16 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ 40ഓളം പേർക്ക് പരിക്കേറ്റു. അച്ഛനും മകനുമായ സാജിദ് അക്രം, നവീദ് അക്രം എന്നിവരാണ് അക്രമികളെന്ന് പോലീസ് കണ്ടെത്തി. ജൂതമത വിദ്വേഷമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പഴക്കച്ചവടക്കാരനായ സാജിദിന് വേട്ടയ്ക്കുള്ള തോക്ക് ലൈസൻസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഗൺ ക്ലബിൽ അംഗവുമാണ്. ഇയാളും മകനും ചേർന്ന് ബൂണ്ടി ബീച്ചിലെ ആൾക്കൂട്ടത്തിന് നേരെ 50 റൗണ്ട് വെടിയുതിർത്തുവെന്നാണ് പോലീസ് പറഞ്ഞത്. സംഭവത്തിന് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച നിലപാട് തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണെന്നും നേതാക്കൾ നിശബ്ദരായിരിക്കുകയും നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പടരുന്ന അർബുദമാണ് ജൂതവിരുദ്ധതയെന്നും നെതന്യാഹു വിമർശിച്ചു. The Australian government's policy was promoting and encouraging anti-Semitism in Australia. I wrote, "Your call for a Palestinian state pours fuel on the anti-Semitic fire. It rewards Hamas terrorism. It emboldens those who menace Australian Jews and encourages the Jew hatred now stalking your streets." സംഭവത്തിന് പിന്നാലെ രാജ്യത്തെ തോക്ക് നിയമങ്ങൾ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഭരണകൂടം. വേട്ടയ്ക്കാണെങ്കിലും ലൈസൻസ് നൽകുന്നതിന്റെ വ്യവസ്ഥകൾ കടുപ്പിക്കുമെന്നാണ് വിവരം. ഗൺ ക്ലബ്ബുകൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്.
അതേസമയം അക്രമിയെ കീഴ്പ്പെടുത്തുന്നതിനിടെ വെടിയേറ്റ അഹമ്മദ് അൽ അഹമ്മദ് എന്നയാൾ ആശുപത്രിയിൽ തുടരുകയാണ്. തോക്കുധാരിയായ അക്രമിയുടെ പിന്നാലെ പതുങ്ങിയെത്തിയ അഹമ്മദ് ചുറ്റിപ്പിടിച്ച് തോക്ക് കൈക്കലാക്കുകയായിരുന്നു. ഇതിനിടെ ഇയാളുടെ തോളിൽ 2 വെടിയേറ്റു. അഹമ്മദ് അൽ അഹമ്മദിനെ സൂപ്പർ ഹീറോ ആയി വാഴ്ത്തുകയാണ് ഓസ്ട്രേലിയൻ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യുദ്ധം അവസാനിപ്പിക്കാൻ നാറ്റോ അംഗത്വം എന്ന ലക്ഷ്യം ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് റഷ്യയിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഇന്നലെ ബെർലിനിൽ US പ്രതിനിധിയുമായി സെലൻസ്കി 5 മണിക്കൂറുകളോളം വിഷയത്തിൽ ചർച്ച നടത്തി. രാജ്യത്തിനകത്ത് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നതും യുദ്ധം നിർത്താനുള്ള US സമ്മർദ്ദവും സെലൻസ്കിയെ അലട്ടുന്ന സാഹചര്യത്തിലാണ് വിട്ടുവീഴ്ച. ഒമാനിൽ ജ്വല്ലറിയുടെ ഭിത്തി തുറന്ന് 23 കോടിയുടെ ആഭരണങ്ങൾ കവർന്ന കേസിൽ യൂറോപ്യൻ ടൂറിസ്റ്റുകൾ പിടിയിൽ. വിനോദസഞ്ചാരികളെന്ന വ്യാജേന രാജ്യത്തെത്തി മോഷണം നടത്തുകയായിരുന്നു പ്രതികൾ. മസ്കത്തിലെ ഗുബ്ര പ്രദേശത്തെ ജ്വല്ലറി ഷോപ്പുകൾക്ക് സമീപമുള്ള ഹോട്ടലിൽ തങ്ങിയായിരുന്നു കവർച്ച ആസൂത്രണം ചെയ്തത്. പുലർച്ചെ 4 മണിയോടെ ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ഭിത്തി തകർത്താണ് ഇരുവരും അകത്ത് കടന്നത്. തുടർന്ന് ആഭരണങ്ങൾ മോഷ്ടിക്കുകയും സേഫ് തുറന്ന് പണവും കവരുകയുമായിരുന്നു. ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ സിഫ ഏരിയയിലെ ഒരു ബീച്ചിൽ ഒളിപ്പിച്ചുവെച്ച മോഷണ വസ്തുക്കളും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സ്പെഷ്യൽ ബ്രാഞ്ച് SIയും സിനിമാ താരവുമായ P. ശിവദാസനെതിരെ കേസ്. കണ്ണൂർ മട്ടന്നൂർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി എടയന്നൂരിൽ ശിവദാസന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. വാഹനം ഓടിച്ചിരുന്നപ്പോൾ ശിവദാസൻ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് കേസെടുത്തത്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 1 മണിവരെ 47,850 ഭക്തർ മല ചവിട്ടി. സ്പോട്ട് ബുക്കിംഗ് വഴി 6,588 പേരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. തിരക്ക് പരിഗണിച്ച് പമ്പ മുതൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നടൻ ദിലീപ് ശബരിമലയിൽ ദർശനം നടത്തി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള ആദ്യ ശബരിമല ദർശനമായിരുന്നു. പുലർച്ചെ സന്നിധാനത്തെത്തിയ ദിലീപ് ദർശനത്തിന് ശേഷം പ്രത്യേക വഴിപാടുകളും നടത്തി. 10 മണിയോടെ വീണ്ടും ദർശനത്തിനെത്തി. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിലീപ് ശബരിമലയിൽ ദർശനത്തിനെത്തിയത് വിവാദമായിരുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ദർശനം നടത്തിയതിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. ഇന്ന് ദർശനത്തിനെത്തിയ ദിലീപിന് 2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സുരക്ഷ ഒരുക്കിയത്. ഓരോ ദിവസവും ശബരിമലയിൽ കുന്നുകൂടുന്നത് ടൺ കണക്കിന് മാലിന്യമാണ്. ഈ മാലിന്യം അത്രയും കൃത്യമായ ഏകോപനത്തോടെയാണ് സന്നിധാനത്ത് തന്നെ സംസ്കരിക്കുന്നത്. ശബരിമലയിലെ മാലിന്യ സംസ്കരണത്തിന്റെ രീതികൾ ഒന്ന് കാണാം. ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ള വിശുദ്ധി സേന 5 ട്രാക്ടറുകളിലായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കുപ്പത്തൊട്ടുകളിൽ നിറയുന്ന ഈ മാലിന്യങ്ങൾ ശേഖരിക്കും. മരക്കൂട്ടം മുതലുള്ള മാലിന്യം അത്രയും ശേഖരിച്ച് ട്രാക്ടറുകൾ നേരെ പാണ്ടിത്താവളത്തിലേക്ക്. ഒരു ദിവസം 30 തവണയാണ് ഇങ്ങനെ മാലിന്യ ശേഖരണം. മാലിന്യങ്ങൾ പ്ലാന്റിലെത്തിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ തുമ്പൂർ മുഴി കമ്പോസ്റ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിലേക്കും പോകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഇൻസിനറേറ്ററുകളുണ്ട്. ഒന്നിൽ 300 കിലോ മാലിന്യം 1 മണിക്കൂറിൽ സംസ്കരിക്കുമ്പോൾ മറ്റു 2 ഇൻസിനറേറ്ററുകളിൽ 200 കിലോ വീതം ഒരേ സമയം കത്തിക്കാം. ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിൽ വലിയ വെല്ലുവിളിയെന്ന് 21 വർഷമായി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ അനൂപ് കൃഷ്ണ പറയുന്നു. ഇരുമുടിക്കെട്ടിൻ്റെ അത് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലുള്ളത്. അത് നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ ബുദ്ധിമുട്ട്, അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനും മറ്റേ നമ്മളെ ഇതിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റുകൾ ഹോട്ടലിൽ നിന്നുള്ളത് അത് അതുപോലെ തന്നെ അതും ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. അതും സെഗ്രിഗേറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ടൈം ബീയിങ് ആയിട്ട് സാധനം ഒരു ഡെയിലി വരുന്ന വേസ്റ്റ് തീർത്തു പോകാൻ കഴിയാറില്ല. അപ്പോൾ കുറച്ച് പെൻഡിങ് ആയി അങ്ങനെ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവ് ടെക്കാണ് പ്ലാന്റിന്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും. നിയന്ത്രണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള എൻവയോൺമെന്റൽ സബ് ഡിവിഷനും. ദിവസവും 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ വരുന്ന ശബരിമല ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വിശുദ്ധി സേനയ്ക്കും അതിനടക്കമുള്ള ജീവനക്കാർക്കും വലിയൊരു പങ്കുണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ KP ദിനേശിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18.
ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ബിസ്ക്കറ്റും ഔഷധ വെള്ള വിതരണവും. 500ഓളം ജീവനക്കാർ 24 മണിക്കൂറും 3 ഷിഫ്റ്റുകളിലായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതുവരെ 1.6 കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് വിതരണം ചെയ്തത്. തീർത്ഥാടകർക്ക് ഉന്മേഷം പകരുന്ന ചുക്കുവെള്ളത്തിന്റെ വിതരണത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ശരംകുത്തിയിൽ ഉയർന്ന ശേഷിയുള്ള 2 ലിറ്റർ ബോയിലർ യൂണിറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ സേവനം 24 മണിക്കൂറും തടസ്സമില്ലാതെ ലഭ്യമാക്കിയിട്ടുണ്ട്. ചുക്കുവെള്ളത്തോടൊപ്പം ബിസ്ക്കറ്റുകളും പ്രധാന കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. ശബരിപീഠം, മരക്കൂട്ടം, ശരംകുത്തി, നടപ്പന്തൽ, പാണ്ടിത്താവളം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് ബിസ്ക്കറ്റ് വിതരണം നടക്കുന്നത്. ഇതുവരെ 1.6 കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് തീർത്ഥാടകർക്ക് വിതരണം ചെയ്തത്. നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള പ്രധാന ഇടങ്ങളിലെല്ലാം തീർത്ഥാടകർക്കായി സേവനങ്ങൾ ലഭ്യമാണ്. 20 ചുക്കുവെള്ള വിതരണ കൗണ്ടറുകളും 27 കിയോസ്കുകളും പ്രവർത്തിക്കുന്നു. ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് എന്നിവയുടെ വിതരണത്തിനായി 500ഓളം ജീവനക്കാർ 24 മണിക്കൂറും 3 ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. നടപ്പന്തലിലെ കനത്ത തിരക്ക് പരിഗണിച്ച് 5 ട്രോളികളും ഏകദേശം 120 തൊഴിലാളികളെയും 3 ഷിഫ്റ്റുകളിലായി വിന്യസിച്ചിട്ടുണ്ട്. പവിത്രം ശബരിമലയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന ഔഷധ വെള്ളത്തിന്റെയും ബിസ്ക്കറ്റിന്റെയും വിതരണം കഠിനമായ മലകയറി വരുന്ന അയ്യപ്പന്മാർക്ക് വലിയൊരു ആശ്വാസമാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ധനേഷ് കെ.പിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18. മസ്തിഷ്ക മരണം സംഭവിച്ചയാളുടെ കൈകൾ സ്വീകരിച്ച് 23കാരൻ വീട്ടിലേക്ക് മടങ്ങി. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ജയിലർ അനീഷിന്റെ കൈകളാണ് സേലം സ്വദേശി ഗോകുലപ്രിയൻ സ്വീകരിച്ചത്. കൊച്ചി അമൃത ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിലൂടെയാണ് കൈകൾ വെച്ചുപിടിപ്പിച്ചത്. ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രോത്സവത്തിനിടെ തെയ്യത്തിന്റെ അടിയേറ്റ യുവാവ് അബോധാവസ്ഥയിലായി. രാത്രിയിൽ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെയാണ് അടിയേറ്റത്. കെ.വി. ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം തലയ്ക്ക് പിന്നിലാണ് ആ അടി കിട്ടുന്നത്. ഇപ്പോൾ ആ യുവാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതെ ശ്രുതി, ഇത് കഴിഞ്ഞ ദിവസമാണ് പാലേരെ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പ്രദേശവാസിയായ മനു എന്ന് പറയുന്നവർക്കാണ് ഇത്തരത്തിലൊരു തെയ്യത്തിന്റെ, അതായത് ഇത് ഈ രാത്രി കെട്ടിയാടുന്ന ഈ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം. ഈ വെള്ളാട്ടമാണ് പൊതുവെ ഈ പൂമാരുതൻ തെയ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആളുകൾ ഈ തെയ്യത്തെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കും. അങ്ങനെ ഈ തെയ്യം അവരെ തട്ടാൻ വരുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ടായത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ മനുവിന് ഈ പരിച കൊണ്ട് തലയുടെ പിറകിൽ അടിയേൽക്കുന്നതും. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അവിടെ ഒരു കിണറിന് സമീപം അബോധാവസ്ഥയിൽ മനു വീഴുന്നത്. എന്തായാലും ഇയാളുടെ നില ഗുരുതരമൊന്നുമല്ല. ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സ നൽകി ഇയാളെ വീട്ടിൽ വിശ്രമത്തിലാണ് ഇപ്പോൾ. ഈ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ പരിച അതുപയോഗിച്ചാണ് ഈ തെയ്യം തലയിലിടിച്ചത്. സാധാരണ ഈ തെയ്യത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. ഈ ആളുകൾ ഭക്തർ ഇവിടെ കൂടിയെത്തുന്ന ഭക്തർ ഈ തെയ്യത്തിനെ പ്രകോപിപ്പിക്കും. അപ്പോൾ തെയ്യം അവരെ തിരിച്ച് ഈ ഇത്തരത്തിൽ പരിചയം മറ്റു ആയുധങ്ങളുമായി അവരെ തിരിച്ച് ഇടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഇതേ സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം തെയ്യത്തിന്റെ അടികൊണ്ട് മൂക്കിന്റെ പാലം വരെ തകരുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഈ സംഭവത്തിൽ പരാതിയുമില്ല, പോലീസ് കേസുമില്ല. കാരണം ഇത് തെയ്യമാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുകൊണ്ട് തന്നെ പരാതിയില്ല, അതുപോലെ തന്നെ കേസുമില്ല. അശ്വതി. ശരി ബൈജു. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിൽ സ്വകാര്യ ബസ് കത്തിനശിച്ചു. വിരാജ്പേട്ടയിൽ നിന്നും ഇരിട്ടിയിലേക്ക് വന്ന ബിഷാറ എന്ന ബസ്സാണ് കത്തിനശിച്ചത്. ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല.
കാസർഗോഡ് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചു 12ഓളം പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിനകത്താണ് അപകടം. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വന്ന KSRTC ടൗൺ ടു ടൗൺ ബസ്സും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും വന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും പയ്യന്നൂരിലേക്ക് യാത്ര തിരിച്ച ബസിന്റെ വശത്ത് ഇടിക്കുകയായിരുന്നു. കണ്ടക്ടർ, ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. കാസർഗോഡ് കള്ളാർ കോട്ടക്കുന്ന് ജനവാസ മേഖലയിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശവാസിയായ ഷാജിയുടെ പറമ്പിലാണ് പുലിയുടെ ജഡം കണ്ടത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. കണ്ണൂരിൽ നിന്നും വെറ്റിനറി ഡോക്ടർ എത്തി പരിശോധിച്ച ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. 32 രാജ്യങ്ങളിലെ കേഡറ്റുമാർ പങ്കെടുക്കുന്ന പായ്വഞ്ചി മത്സരത്തിൽ ഇന്ത്യൻ നാവിക അക്കാദമി ടീം അഡ്മിറൽസ് കപ്പ് 2025 സ്വന്തമാക്കി. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലാണ് 5 ദിവസം നീണ്ട മത്സരം നടന്നത്. വിദേശ നാവികസേനകളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനായാണ് 2010 ഏഴിമല നാവിക അക്കാദമിയിൽ പായ്വഞ്ചിയോട്ട മത്സരം ആരംഭിച്ചത്. ഇന്ത്യൻ നേവൽ അക്കാദമി ആതിഥേയത്വം വഹിച്ച 14ാമത് പായ്വഞ്ചി ഓട്ടമത്സരമാണ് ഏഴിമലയിൽ സമാപിച്ചത്. ILCA-6 ക്ലാസ് ബോട്ടുകളിലാണ് 5 ദിവസത്തെ മത്സരം നടന്നത്. വിദേശ നാവികസേനകളുമായി സൗഹൃദവും സമുദ്ര സഹകരണവും പരസ്പര ധാരണയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2010 ഏഴിമല നാവിക അക്കാദമിയിൽ പായ് വഞ്ചിയോട്ട മത്സരം ആരംഭിച്ചത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓഷ്യാനിയ, അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള 32 അന്താരാഷ്ട്ര ടീമുകളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. This year's participation is the maximum, the highest since its inception in 2010. This is the 14th edition of the Admirals Cup, and we are extremely glad to be able to host over 30 countries in a competition on the Ilka class sailing boat. We have also accommodated all the participants within the Indian Naval Academy, and the aim of this regatta is to build camaraderie between the various teams, various countries. കാഡറ്റ് ഇന്ദു ശങ്കറും ഹിമാൻഷുവും പ്രതിനിധീകരിച്ച ഇന്ത്യൻ നാവിക അക്കാദമി ടീം അഡ്മിറൽ കപ്പ് 2025 സ്വന്തമാക്കി. കാഡറ്റ് അമനും കാർത്തികേയനും പ്രതിനിധീകരിച്ച ടീം NDA 2ാം സ്ഥാനവും കാഡറ്റ് ടൈമണും മിലോഷും പ്രതിനിധീകരിച്ച ടീം പോളണ്ട് 3ാം സ്ഥാനവും നേടി. പുരുഷ വ്യക്തിഗത വിഭാഗത്തിൽ ഇറ്റലിയിലെ കാഡറ്റ് മാക്സിം, വനിതാ വ്യക്തിഗത വിഭാഗത്തിൽ റഷ്യയിലെ കാഡറ്റ് പോളിന എന്നിവർ 1ാം സ്ഥാനത്തിന് അർഹരായി. ഇന്ത്യൻ നേവൽ അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചന്ദ വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ന്യൂസ് 18 ഏഴിമല. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് മെസ്സിയുടെ ഡൽഹിയിലേക്കുള്ള വരവ് വൈകുന്നു. മെസ്സി മുംബൈയിൽ തന്നെ തുടരുകയാണ്. 3:30 മെസ്സി ഡൽഹിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. മെസ്സിയുടെ വരവ് വൈകിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ഉണ്ടായേക്കില്ല. വിദേശ പര്യടനത്തിനായി മോദി യാത്ര തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇന്നലെ അവിസ്മരണീയ നിമിഷങ്ങൾക്കാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഛേത്രി എന്നിവർക്കൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് വാങ്കഡെ സാക്ഷിയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തൽ. രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയമായി വോട്ട് ചെയ്ത കണക്കെടുത്താൽ 68 മണ്ഡലങ്ങളിൽ LDFന് ലീഡുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിലയിരുത്തലുകൾ? CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. പ്രാഥമിക വിലയിരുത്തലാണ് പാർട്ടിയുടേത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് CPM കണക്ക് കൂട്ടുന്നത്. അതിന് കാരണം ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമായുള്ള ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിച്ച് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്തിലും മറ്റും കോർപ്പറേഷൻ വാർഡുകളിലും മറ്റും അത് പ്രാദേശിക വികാരങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളുമാണ് വോട്ടുകളിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിൽ കാര്യമായ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് അങ്ങനെ രാഷ്ട്രീയ വോട്ടുകൾ നഷ്ടപ്പെട്ടില്ല എന്ന ഇതിലേക്ക് CPM എത്തുന്നത്. സർക്കാരിനെതിരെ കാര്യമായ വിരുദ്ധാഭിപ്രായമോ ജനവികാരമോ ഉണ്ടായിരുന്നില്ല. ശബരിമല വിഷയം എങ്ങനെ ഇതിനെ ബാധിച്ചു എന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കും. ശരി അരുൺ, എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. VV അരുണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും.